എല്ലാവരും ഓഫ് വൈറ്റിന്റെ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി എല്ലാം കൂടെ ഒരു ഒരുമിച്ച് കാണിക്കാം. അപ്പൊ എനിക്ക് ഓരോരുത്തർക്കും ഫോട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പഴയ വീഡിയോസിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇന്ന് ഈസ്റ്ററിനും വിഷുവിനും എല്ലാം കൂടിയുള്ള കാണിക്കുന്നുണ്ട്. ഇനി കളക്ഷൻസ് വരുന്നുണ്ട്, എന്നാലും വിഷുവിന്റെ ആയിരിക്കും. ഇപ്പം ഈസ്റ്ററിനുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഓഫ് വൈറ്റ്, ക്രീം, പേൾ വൈറ്റ് അങ്ങനത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ടോപ്സ് ഓൺലി ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പ് ചേർച്ചിലൊക്കെ പോകുമ്പോൾ ആവശ്യമാണല്ലോ. അപ്പം ഇത് കുറച്ച് ക്ലോസ് ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഈ വൈറ്റും ഓഫ് വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് അത്ര കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേറെ എടുക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്ന കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഒരു സിമ്പിൾ ഒരു ഹാൻഡ് വർക്ക് ത്രെഡ് കൊണ്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷനിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്കാറ്റർ ചെയ്ത് ചെറിയ ലൈലാക്ക് കളറൊക്കെ ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് ലെവലിൽ വന്നിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ആ ഒരു ഫാബ്രിക് കാണുമ്പോൾ നല്ല രസമാട്ടോ. ജോർജ് ഞാൻ പറ്റിയ ഒരു ചെക്സ് വരുന്ന ഒരു വീവിംഗിൽ കണ്ടോ, സിൽവർ കളറും ഒരു വൈറ്റ് ക്രീമും കൂടെ വരുന്ന ഒരു ചെക്സ്. ആ ചെക്സിൽ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ അതിന്റെ വീവിങ്ങില്. ഇത് നമ്മൾ ഒരു വീനെക്ക് വെച്ചിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടൈറ്റ് ആണ്. ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ചിട്ട് ഒരു പഫ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ലീവ്, വെറൈറ്റി ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ ഈ ഒരു പാറ്റേൺ വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ എംബ്രോയിഡറി വരുന്ന ഒരു ഫാബ്രിക് ആണിത്. ഓർഗൻസയിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ഫ്രോക്ക് പോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതിന്റെ ഇതാണ് കണ്ടോ. ഇത് നമ്മൾ ഇതിന്റെ കാണുമ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ, നേരിട്ട് കാണുമ്പോൾ. ഇതിന്റെ ആ ഒരു ഡിസൈനർ ഫാബ്രിക് കണ്ടോ, ഒരു മൾട്ടി കളർ എംബ്രോയിഡറി ഒക്കെ വെച്ചിട്ട് ഇതേപോലെ. അത് നേരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് നമ്മളൊരു പാനലൊക്കെ ചെയ്ത പോലെ. അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. അപ്പം ഇതിന് ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇത് കണ്ടോ, ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഷേപ്പിൽ കിടന്നോളും. ഒരു സിൽവർ കളർ ബൂട്ടാസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. എന്നിട്ട് സെന്ററിലേക്ക് കൂടെ നമ്മൾ ഒരു ലേസ് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഷൈനിങ് ഉണ്ട്. ആ ബൂട്ടാസിന്റെ ഇതുപോലെ ഉണ്ട്. സെന്ററിൽ ലേസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ. ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്. ഓക്കെ, അപ്പം ഇതിന്റെ ലുക്ക് ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതേപോലെ ഒരു ക്രീം കളറിലോട്ട് ഇതേപോലെ ഫുള്ളി കട്ട് ബീഡ്സ്, ഒരു ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. വേഗം കാണിക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് ഇതേപോലെ നല്ല അടിയിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് വിത്ത് കോട്ടൺ ലൈനിങ് ആണ്. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതുപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. ഫുള്ളി ത്രെഡ് വർക്കും സീക്വൻസും ആണ്. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് ഡയബിളും ആണ്. അപ്പൊ നമ്മൾ ഇത് ഈ കളർ ക്രീമിലോട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ പറ്റി. ഇതിന്റെ പ്ലസ് സൈസും ഉണ്ട് നമുക്ക് വരുന്ന ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് വരുന്നത്. സ്ലീവിലോട്ടും അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ നെറ്റ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക് ആണ്. ഇതാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത്. നമുക്ക് ഫ്രോക്കായിട്ട് ചേർച്ചിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആണ്. പെട്ടെന്ന് നല്ല ബെസ്റ്റ് ആണ് കണ്ടോ. ഞാൻ ഇതിന് ഇടാന്ന് വെച്ചാൽ പക്ഷെ എന്റെ സൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇതുണ്ട് നോക്കി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാച്ച് ആവുന്ന ഒരു ദുപ്പട്ടയും കൂടിയാണ് ഇതിന്. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. എ ലൈൻ ആണ് ഇതേപോലെ. ഇതിന്റെ വർക്ക് കണ്ടോ, പ്യുവർ ഫാബ്രിക് ഇതുപോലെയാണ് ഇതിന്റെ വരുന്നത്. ഇതിന്റെ സൈഡും നമ്മൾ ഇത് കൊടുത്തേക്കണം കണ്ടോ, ഒരു ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പ് കുറച്ചും കൂടെ ഒരു ഫ്ലെയർ തോന്നാൻ വേണ്ടിയിട്ട് ഇതാണ്. ഓക്കെ, ഇത് ഫുള്ളി പടി വർക്കായിട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. നല്ല അടിപൊളിയായി ത്രെഡ് കൊണ്ടുള്ള വർക്കാണ്. നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നത്. ഇത് കണ്ടോ, ചെറിയ ലാവൻഡർ ഷെയ്ഡിലെ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ട് സ്കാറ്ററും ചെയ്തിട്ടുണ്ട്. നല്ല ക്രീം കളറിലോട്ട്. ക്രീം എന്ന് പറഞ്ഞാൽ അത്ര വൈറ്റ് അല്ല, ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റൗണ്ട് നെക്ക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. എന്നിട്ട് നമ്മൾ പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് പാനൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കിന്റെ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, ഈ ഒരു ലുക്കായിരിക്കും. ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു പീസായിരുന്നു. ഇതുപോലെ ഇത് ഒറ്റ പീസേ ഉള്ളൂ. അത് നമുക്ക് XXL മാക്സിമം XXL 3 വരെ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ബൂട്ടാസ് വരുന്ന സിൽവർ കളറ് ബൂട്ടാസ് വന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ആയിട്ടിരിക്കും കേട്ടോ ഇതുപോലെ. എന്നിട്ട് ലേസ് പാറ്റേൺ വെച്ചിട്ട് ഇതേപോലെ കണ്ടോ, എന്ത് ഭംഗിയാ നോക്കി. ആ ഒരു ഷൈനിങ് ഉണ്ടോ ആ ഒരു ഫാബ്രിക്കിന്റെ. ഇതുപോലെ ലേസ് ഇത് കണ്ടോ, ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീന് ഒരു ത്രെഡ്, ഈ ത്രെഡ് വർക്ക് കണ്ടോ ഇതിന്റെ. എന്നിട്ട് എൻഡിലോട്ടും ആ ഒരു ത്രെഡ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ വരും ആ ഒരു വർക്ക്. ഇതേപോലെ ഫുൾ ആയിട്ട് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത്. ഈ ഒരു ക്ലോസ് ലുക്ക് ഇതുപോലെ കണ്ടോ. ത്രെഡും ഫുള്ളി എന്താ പറയുക, ഒരു സീക്വൻസ് വർക്കും ഒരു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വർക്ക് ചെയ്തേക്കുന്നതാണ്. പ്യൂർ നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് ബാക്കിലോട്ട് ഈ ലൂപ്പും ബട്ടൺ എല്ലാം വെച്ചിട്ട് സ്ലീവ് ഇതുപോലെ വിത്ത് ലൈനിങ് ആ കൊടുത്തേക്കുന്ന ലേസ് പാറ്റേൺ എൻഡിലോട്ട് ചെയ്തിട്ട്. എല്ലാവർക്കും ട്രാൻസ്പെറന്റ് സ്ലീവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 4 സൈഡും ലേസ് എല്ലാം വെച്ചിട്ട് പ്യൂർ നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല, ഞാൻ പറഞ്ഞു ചർച്ചിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് ക്ലോസ് നെക്ക് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ ക്ലോസ് ബട്ടണും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പ്ലീറ്റ്സ് ഫുൾ വരുന്ന പ്ലീറ്റ്സ് പാറ്റേൺ ആണ്. ഇതുപോലെ കണ്ടോ, ഇതിന്റെ ആ ഒരു ഷൈനിങ് കണ്ടോ, ഫാബ്രിക്
ഇതുപോലെ എൻഡിലോട്ട് നല്ല റൗണ്ട് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ഉണ്ട് ആ ഒരു ലുക്ക്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പ്രിൻസസ് കട്ട് യോക്ക് എല്ലാം വെച്ചിട്ട് ഒരു ലൂപ്പും ബട്ടൺ എല്ലാം വെച്ച് ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ചിട്ട് കണ്ടോ ഇതുപോലെ നെറ്റ് കോട്ട വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ മൾട്ടി കളർ ബീഡ്സ് എല്ലാം വെച്ചിട്ട് ബാക്ക് സൈഡും ആ കോളറിലോട്ട് വർക്ക് ഉണ്ട് കണ്ടോ. ഇതുപോലെ സ്ലീവിന് എൻഡിലോട്ടും ഹാൻഡ് വർക്ക് ഉണ്ട്. ഇതുപോലെ ഈ ഒരു പാറ്റേൺ സ്ലിറ്റിലോട്ട്. അപ്പം ഇത്രയാണ് കാണിച്ചേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൂടെ ഞാൻ പറയാം. ഇത് കണ്ടോ സ്കാൽപ്പ് ഫുള്ളി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഫുൾ വർക്ക് കണ്ടോ ഇതുപോലെ. എന്നിട്ട് ആ വൺ സൈഡും ആ സൈഡ് മാത്രമല്ല ഈ ഒരു സൈഡും കൂടെ സ്കാൽപ്പ് ത്രെഡ് വായിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മൾട്ടി ഇത് കണ്ടോ മിറർ വെച്ചിട്ട് ഒരു എംബ്രോയിഡറി ഉണ്ട്. നമുക്ക് എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റിയ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. നല്ല രസമാണ്. ഭയങ്കര പ്യുവർ വിസ്കോസ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.